സാറേ സാർ സാർ യെസ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങോട്ട് നോക്കൂ, നമ്മൾ തമ്മിലല്ലേ സംസാരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ കണ്ടുമുട്ടുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെ ഈ മെൻ്റലിസം മാജിക്കിന് നമ്മൾ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല. അതാദ്യം മനസ്സിലാക്കണം. കറക്റ്റ്. അപ്പോൾ സാറിനെ പോലെയുള്ളൊരു മഹാനായ ഒരു വ്യക്തിയെ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ടുമുട്ടിയതിൽ എൻ്റെ ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ ആദ്യം തന്നെ കണക്കൂട്ടുന്നു. വെറുതെ ഒരു കാര്യമല്ല. മലയാളത്തിലെ അനശ്വരനായ നടൻ, മലയാള സിനിമയുടെ മാറ്റം കൊണ്ടുവന്ന ഒരു നടനായിരുന്നു ജയൻ സാറ്. അദ്ദേഹത്തിൻ്റെ കൂടെ കിടക്കുവാനും നിൽക്കുവാനും ഇരിക്കുവാനും സംസാരിക്കുവാനും എല്ലാം ഭാഗ്യം ലഭിച്ച ആ ജയൻ സാറിന് തുല്യമായ ഒരു ചന്ദ്രകുമാർ സാറിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ പ്രണാമം. അപ്പോൾ ജയൻ സാറുമായിട്ടുള്ള ബന്ധം എത്രത്തോളമാണെന്ന് ഞാൻ പറയേണ്ട, അല്ല എന്ന് സാറിനറിയാം. അത് തന്നെയല്ല, നമ്മുടെ ഇന്ന് മലയാള സിനിമയിൽ മരിച്ചുപോയവരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതുമായ എല്ലാ സിനിമാ നടന്മാരെയും നടിമാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മലയാള ചലച്ചിത്രം ഇറങ്ങിയിട്ടുണ്ട്. ഏതാണെന്നറിയോ സാറിന്? എല്ലാ നടന്മാരും, മരിച്ചുപോയവരും മരിക്കാത്തവരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതും ഉള്ള എല്ലാ നടനും നടിയുള്ള ഒരു സിനിമ, നല്ല അടിപൊളി സിനിമ ഒരെണ്ണം നമുക്ക് മുമ്പിൽ ഇറങ്ങിയിട്ടുണ്ട്. അല്ല, ഏതാ പ്രിയപ്പെട്ട ആരാധകരെ ഓർക്കണ്ടോ? ആരാധന ആരെ? 2020 എന്താണ് ആ സിനിമ സാർ കണ്ടതാണോ? 2020 കണ്ടതാണോ? 2020 അതെ. പക്ഷേ അതിൻ്റെ അകത്ത് ഈ തിക്കുറിശി സുകുമാരൻ നായർ, കൊട്ടാരക്കർ സാർ എല്ലാവരെയും ഇല്ല അല്ലെങ്കിലും ആ എഴുതി കാണിക്കുന്ന സമയത്ത് ഷാട്ടിങ്ങിൽ ഈ മരിച്ചുപോയ എല്ലാ നടന്മാരെയും ആ സിനിമയിൽ കാണിക്കുന്നത്. അത്രയാണ് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അതുപോലെ തന്നെ ആ എല്ലാ നടന്മാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ബുക്കിൽ ഞാൻ കുറേ പേരുകൾ എഴുതിക്കുന്നുണ്ട്. നടന്മാരുടെ പേരുകൾ ഞാൻ എൻ്റെ അകത്ത് എഴുതിക്കുന്നുണ്ട്. അത് സാറ് ഇവരുടെ സമക്ഷത്തിൽ സാറൊന്ന് വായിക്കണം. ഓക്കെ, ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഓക്കെ, കേൾക്കാവോ? ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, മാമുക്കോയ, ജയൻ, തിലകൻ, അംബിക, ടോവിനോ, കലാഭവൻ മണി, ശ്രീദേവി, ജനാർദ്ദനൻ, കൊണ്ട്ര ജോണി, കുഞ്ചാക്കോ ബോബൻ, മാള അരവിന്ദൻ, ബിജു മേനോൻ. അങ്ങനെ ഇതെല്ലാം തുറന്ന് കാണിക്കണ്ട. അപ്പോൾ എല്ലാവരുടെയും പേരുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. സാറിൻ്റെ ഇടത് കൈ ഒരു ഫ്രണ്ടിലേക്ക് ഒന്ന് പിടിച്ചോളൂ. അത് തന്നെ, അതിൽ ഇടത് കൈ മാറ്റണം നമുക്ക്. ഓക്കെ, അപ്പോൾ സാറിന് എന്ത് ചെയ്യണം? ഇതിൻ്റെ മുകളിലായി കൈ പിടിച്ചിട്ടുണ്ട്. കൈ പിടിക്കല്ലേ, ഇഷ്ടമുള്ള സ്ഥലത്ത് നേരെ നടുവിലായി പിടിച്ച് ഒന്ന് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഇഷ്ടമുള്ളൊരു നടൻ്റെ പേര് വരും. ആ പേര് മനസ്സിലേക്ക് ശരിക്ക് വയ്ക്കണം, വിളിച്ചു പറയരുത്. ഓക്കെ, ശരി, ഓപ്പൺ ചെയ്തോളൂ. കണ്ടു, വിളിച്ചു പറയരുത്. ഓക്കെ, ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതൊരു മാജിക് പ്രോഗ്രാമല്ല. അതുകൊണ്ട് ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രമേ ആൻസർ പറയാവൂ. ഓക്കെ, അപ്പോൾ സാറിൻ്റെ മനസ്സിൽ ഒരു നടനുണ്ട്. ആ നടൻ ആരാണ് എന്ന് കണ്ടുപിടിക്കുക എന്നതാണ് എൻ്റെ ഒരു ചെറിയ ധർമ്മം. ഞാനൊന്ന് ശ്രമിച്ചു നോക്കുക. സാറിന് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നിന്നെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ നടൻ്റെ പേര് ഞാൻ കാണാതെ ഒന്ന് എഴുതിക്കോ. തമിഴിലോ അറബിയിലോ എന്തു വേണമെങ്കിലും എഴുതിക്കോ. ഞാൻ കാണരുത്, ഓഡിയൻസും കാണരുത്. അത് പോക്കറ്റിൽ സൂക്ഷിക്കണം. ഓക്കെ, യെസ്. വെച്ചിട്ടുണ്ട് പോക്കറ്റിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ആ നടൻ ആരാണ് എന്ന് ഞാൻ കണ്ടുപിടിക്കുകയാണ്. എന്തായാലും ആ നടൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. തൃപ്തിയില്ലാതെ പറയുന്നത് ഉണ്ടോ? അങ്ങനെ നടനുണ്ടോ ജീവിച്ചിരിക്കുന്ന നടൻ? ഞാൻ ആദ്യം ഒരു കാര്യം സൂചിപ്പിച്ച് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രമേ ആൻസർ പറയാവൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ആ നടൻ
ആരാണെന്ന് ഞാൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. മലയാള സിനിമയിലെ നിത്യവസന്തം. മലയാള സിനിമയിലെ നിത്യവസന്തം. അല്ല, ആൻസർ പറയരുത്. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഇങ്ങോട്ട് ആൻസർ പറയാവുള്ളൂ. ഇടയ്ക്ക് കയറി വെടി വെക്കരുത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം. മലയാള സിനിമയിലെ നിത്യവസന്തം, നിത്യഹരിത നായകൻ, ചിത്തിരത്തോണിയിൽ അക്കരെ പോകാൻ എത്തിടാമോ പെണ്ണേ എന്ന് ചിറയൻകീഴുകാരനായ ശ്രീ അബ്ദുൽ ഖാദർ എന്ന പ്രേമനസീറിനെയാണ് സാർ 100% മനസ്സിൽ ആ പേപ്പറിൽ എഴുതിയത് എന്ന് ഞാൻ പറയില്ല. ഓക്കെ, പിന്നീട് ആ നടൻ ആരാണ് എന്ന് ഞാനൊരു ചിത്രം വരച്ച് കാണിക്കാം. ഓക്കെ, ഒന്ന് മാറി നിൽക്കും. ശരി സാറ്, നമ്മുടെ ജയൻ സാറ് ഒരു ആനയെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ മാതിരി സാറിൻ്റെ ഇല്ലേ? അല്ല, ശരവഞ്ചര സിനിമയിലൊരു സാറ് സ്വാമി കൊണ്ടുവരണം ഞാൻ നോക്കാം എന്ന് പറയുന്ന ഒരു ആക്ടിങ് ഉണ്ടല്ലോ. ഈ ജയൻ സാറിൻ്റെ കൂടെ നടന്നുള്ള ഒരു പരിചയമുള്ളതിൻ്റെ പേരിലാണ് സാർ അങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, എനിക്ക് മനസ്സിലായി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ നടൻ ആരാണ് എന്ന് ഞാനൊന്നൊരു ചിത്രം വരച്ച് കാണിക്കുകയാണ്. ഓക്കെ സാറേ, ആ നടനെ ശരിക്കൊന്ന് മനസ്സിൽ വിചാരിച്ചു. ആ നടൻ കണ്ണട വയ്ക്കുന്നൊരു നടനായിരുന്നു. ചോദിക്കുന്നതിന് പറയണം. ആ, കണ്ണട വയ്ക്കുന്നൊരു നടനായിരുന്നു. അല്ല. ഓക്കെ, മെൻ്റലിസ്റ്റുകാരെ പടം വരയ്ക്കുന്നത് സാധാരണ പേന കൊണ്ടല്ല, ഇതുപോലെ എന്തെങ്കിലും റെഡും കളറുമായ പൗഡർ വച്ചായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഒരു നടനെ ഞാൻ ഇതിൻ്റെ അകത്ത് ഏകദേശം ഒരു രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ഈ നടനെ തന്നെയാണോ സാറ് മനസ്സിൽ വിചാരിച്ചത് എന്നെനിക്കറിയില്ല. എൻ്റെ ഒരു മനസ്സിൽ തെളിഞ്ഞ ഒരു രൂപം വെച്ച് ഞാനൊരു മെൻ്റലിസത്തിലൂടെ അത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും സാറ് മനസ്സിൽ വിചാരിച്ച ആ നടൻ ഈ ആരാധകരുടെ മുന്നിൽ ഒന്ന് വിളിച്ചു പറയാവോ? ഞാൻ മനസ്സിൽ വിചാരിച്ച നടനല്ല, എനിക്ക് തന്ന കടലാസിൽ എഴുതിയ നടനാണ്. ഞാൻ നടന്റെ പേര് എഴുതാൻ മനസ്സിൽ വിചാരിക്കും. പുസ്തകത്തിന്റെ പേപ്പർ കാണിച്ചതും അതിൽ ആരെ കാണുന്നു അത് എഴുതി വെച്ചോളാം. ആ നടനാണ്. ഓക്കെ, അപ്പോൾ ശരി, ആയിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഈ ജയദീപൻ ഗ്രൂപ്പിൻ്റെ സ്വന്തം എഴുതിയിട്ടുണ്ടോ? ഓ ശരി, ഓക്കെ. അപ്പോൾ ജയദീപൻ ഗ്രൂപ്പിൻ്റെ സ്വന്തം ഗായകൻ എന്ന ഒരു പദവി കിട്ടിയിട്ടുള്ള ഒരു സാറാണ് ശ്രീ അശോകൻ സാർ. എവിടെ ഇരുന്നാലും വളരെ വ്യക്തമായിട്ട് ഇയാളെ കാണാം. അതാണ് ഈ ഗായകൻ്റെ ഒരു പ്രത്യേകത. അദ്ദേഹത്തിൻ്റെ മകളും ഭാര്യയും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ മകളെ കൂടി ഞാൻ ഈ വേദിയിലേക്ക് ഒന്ന് ക്ഷണിക്കുകയാണ്. പ്ലീസ് സാറിൻ്റെ അടുത്ത് നിൽക്കാം. അപ്പോൾ സാറിന് ജയൻ സാർ അഭിനയിച്ച ഇഷ്ടമുള്ള ഒരു സിനിമയുടെ പേര് ശ്രീ നമ്മുടെ കുഞ്ഞു ഗായിയുടെ ചവിട്ടിലേക്ക് പറയാം. മറ്റാരും കേൾക്കരുത്. അതോടൊപ്പം തന്നെ സാറിന് ഇഷ്ടമുള്ള മനസ്സിൽ ഉദിച്ച ഒരു പാട്ട്, ജയൻ സാർ അഭിനയിച്ച ഒരു പാട്ട് ഏതാണോ അത് മോളായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, അത് എന്താണോ അത് ഞാനിവിടെ ഒരു പേപ്പറിൽ എഴുതും. എന്നോട് പറയരുത്. ഓക്കെ, അപ്പോൾ സാറ് ഇഷ്ടമുള്ള ഒരു ജയൻ സാറിൻ്റെ സിനിമ മോളോട് പറയുക, ഇഷ്ടമുള്ള ഒരു ഗാനം മോളോട് പറയുക, അങ്കിളിനോട് പറയരുത്. ഓക്കെ, പറഞ്ഞോളൂ. അപ്പോൾ അങ്കിളിൻ്റെ കയ്യിൽ ചെറിയൊരു പേപ്പറുണ്ട്. ഈ പേന താഴെ ചാടരുത്, സൂക്ഷിക്കണം, പിടിച്ചോളൂ. ആ സിനിമ ഏതാണ്? പൂർണ്ണമായിട്ടും കേൾക്കുക. ആ സിനിമ ഏതാണ്? ആ സിനിമയുടെ പേര് ഈ താഴെയുള്ള ലൈനിൻ്റെ അടിയിൽ ഏതാണോ അത് താഴെ എഴുതുക.
ആ സിനിമയുടെ 2 ലൈൻ വരി അതിൻ്റെ അകത്ത് എഴുതണം. പാട്ട് പറയരുത്. സിനിമ സാറ് പറഞ്ഞു തന്ന സിനിമ ഏതാണ്, ആ സിനിമയുടെ പേര് മുകളിൽ എഴുതണം. രണ്ടാമതായിട്ട് സാറ് പറഞ്ഞു തന്ന ഗാനം, അതിൻ്റെ 2 ലൈൻ താഴെ ഈ 2 വരിയിലായിട്ട് എഴുതണം. 2 ലൈനാണ് എഴുതാവുള്ളൂ, പേപ്പർ കയറി നിറയ്ക്കരുത്. ഓക്കെ, ശരി, നീങ്ങിയതു. ആ പാട്ട് ഏതാണ് എന്ന് പറയരുത്. ഈ പാട്ട് ഞാനൊന്ന് എഴുതാൻ ശ്രമിക്കുകയാണ്.